ഇന്ന് ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇപ്പൊ ഇവിടെ നിന്നിരുന്ന ഫോട്ടോ ഷോട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് കാണിച്ച്. ഇത് ഇവിടെ വരുമ്പോഴുള്ള കോലാണ്ടോ? യെസ്, ഇത് ഇവിടെ വരുമ്പോൾ മുഴുവൻ കാണിക്കും. ലിൻഡു ഒന്ന് വന്നു. ഇതൊക്കെ ബില്ല് പോട്ടെ. മാന്യൂസ് എത്ര റേറ്റ്? 6000. ഷർട്ട് 4500. പാൻറ് ബാക്കിയായി ചോദിക്കുന്നത്. അതെ, അതായത് ഇതെന്താ സംഭവം? ഇതെന്ത് തോന്നുന്നു? 2 കൊല്ലം മുമ്പ് വരുമ്പോ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞു വന്നത് എന്റെ വീട്ടിൽ പണം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ അല്ലെ, അവരൊന്ന് 15,000 രൂപയ്ക്ക് താഴെ ഒരു മാസം ജീവിച്ചിരുന്നവർ ഇന്ന് ഒരു മാസം 9 ലക്ഷത്തിലേക്ക് എത്തും. കാരണം ഇന്ന് താമസിക്കുന്ന വീടിന്റെ വാടക 50 രൂപ, കാറ് 4 ഒരു BMW, ഒരു ഓടി, പിന്നെ 2 കാറ് വേറെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് ഇത്തരത്തില് എങ്ങനെ മാറും നമുക്ക്? യെസ്, ഇത് മറ്റേ സാധനം വെള്ളപ്പൊക്കത്തിൽ ക്യാമറ ഒക്കെ നഷ്ടപ്പെട്ട് അമ്മാന്ന് പറഞ്ഞു വന്നതാണ്. അതായത് ഇവര് വരാൻ കാരണം വെള്ളപ്പൊക്കത്തില് എല്ലാം ഒലിച്ചു പോയപ്പോൾ ഇവര് മിക്സിനുള്ളിൽ വെള്ളം ഇങ്ങനെ മിക്സി അടിച്ചു. അങ്ങനെ മിക്സി മേടിക്കാൻ വേണ്ടി ഓഫീസിൽ വന്നതാണ്. ഇന്ന് വന്നത് BMW. വേറെ അന്ന് ഒരു മിക്സി മേടിക്കാനായിട്ട് ഞങ്ങളടുത്ത് വന്നത് ഇന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം. ഞാൻ പറഞ്ഞു വന്നത് പണമില്ലാതെയും പണം ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന 2 പേരാണ് ഇവര്. ഇപ്പൊ ഇന്ന് ഇവര് ജസ്റ്റ് വെയിറ്റിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് മാറിക്കഴിഞ്ഞു. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ഇതൊന്ന് 2 പെങ്കടിച്ച കിട്ടൂല അല്ലെ. അവരെ രക്ഷപ്പെടുത്തുമ്പോൾ കിട്ടില്ല ചേട്ടാ, അത് വേറെ സാധനം അല്ലെ. ഒന്ന് ആലോചിക്കേ, നിങ്ങൾ ഒരാൾക്ക് മനസ്സറിഞ്ഞ് 100 രൂപ 1000 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം കടം വാങ്ങുമ്പോൾ കിട്ടുമോ? ഇല്ല അല്ലെ. അത് വേറൊരു ലഹരിയാണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഈ പറഞ്ഞു വന്നെന്താ, ഇങ്ങനെ പോകുമ്പോ 2040 ആകുമ്പോഴേക്കും 1 ലക്ഷം രൂപ വരുമാനം കിട്ടാവുന്ന എന്തെങ്കിലും വകുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ഇപ്പൊ തന്നെ അറിയാം, ഗ്യാസിന്റെ വില കൂടുന്നു അല്ലെ. ഇപ്പൊ ഇനി വരാൻ പോകുന്നത് യുദ്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആകുമ്പോൾ പല സാധനങ്ങളുടെയും വില വർദ്ധിക്കും. അപ്പൊ എന്ത് ചെയ്യും? മീൻ ആഴ്ചയിൽ മേടിക്കുന്നത് സാമ്പാറിലേക്ക് ഒതുങ്ങേണ്ടി വരും, ചമ്മന്തിയുടെ എണ്ണം കൂടുന്നത് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും? ജീവിത ചെലവിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സാധനം ഇത് അറിയാത്തതൊന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ക്യാഷ് ഫ്ലോ, ഇത് നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ.